മഴയിൽ പൂത്തത് ഭാഗം 1. വയനാടിൻ്റെ മഴയ്ക്ക് ഒരു പ്രത്യേക ഗന്ധമുണ്ട്. മണ്ണിൻ്റെയും ചായലയുടെയും ഒപ്പം പഴയ ഓർമ്മകളുടെയും. അന്ന് രാത്രി 8 മണി, കനത്ത മഴ, മേപ്പാടി വൈത്തിരി റോഡ്. ചേട്ടാ, ബ്രേക്ക് കിട്ടുന്നില്ല. ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഡ്രൈവറിൻ്റെ നിലവിളി. ഇടുങ്ങിയ റോഡ്, വലതുവശം 200 അടി താഴ്ച, ഇടതുവശം ചായത്തോട്ടം. അർജുൻ മേനോൻ വണ്ടിയുടെ സ്റ്റെറിയും പിടിച്ച് വിയർക്കുകയായിരുന്നു. കൊച്ചിയിൽ നിന്ന് വന്നതാണ്. കമ്പനിയുടെ പുതിയ ചായ ഫാക്ടറി വയനാട്ടിൽ തുടങ്ങുന്ന കാര്യം അച്ഛൻ്റെ സ്വപ്നം. മുന്നിൽ നിന്നൊരു നിലവിളി. ഒരു പെൺകുട്ടി റോഡിൻ്റെ നടുവെ, കയ്യിലൊരു സെറ്റ് ബുക്കുമുണ്ട്, ബാഗും. മഴയിൽ കുതിർന്നു നിൽക്കുന്നു. അർജുൻ വണ്ടി വെട്ടിച്ചു, ബ്രേക്ക് ചവിട്ടി. അയ്യോ! ശബ്ദം, പിന്നൊരു നിശബ്ദത. വണ്ടി ചായച്ചെടികളുടെ ഇടയിലേക്ക് ഇറങ്ങി. അർജുൻ തലയടിച്ചു. കണ്ണു തുറക്കുമ്പോൾ മഴയത്തൊരു രൂപം, നനഞ്ഞു കുതിർന്ന സാരി, നെറ്റിയിൽ ചെറിയ മുറിവ്. പക്ഷേ ബോധം പോയിട്ടില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? അർജുൻ വിറയ്ക്കുന്ന കൈകൊണ്ട് അവളുടെ തോളിൽ തൊട്ടു. പെൺകുട്ടി കണ്ണു തുറന്നു. ആ കണ്ണുകൾ വലുത്, കരിങ്കോൾ, പേടി, പിന്നൊരു ശൂന്യത. ഞാൻ എവിടെയാണ്? അവളുടെ ശബ്ദം വിറച്ചു. അപകടം പറ്റി, പേടിക്കണ്ട, ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. എൻ്റെ പേരെന്താ? അവൾ തല പിടിച്ചു. ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല. അർജുൻ്റെ നെഞ്ചു പിടഞ്ഞു. 5 വർഷം, 5 വർഷത്തിന് ശേഷം മീര. അതേ മുഖം, അതേ മൂക്ക്, അതേ ചുണ്ട്. പക്ഷേ കണ്ണിലെ തിരിച്ചറിയലില്ല. അവൻ വേഗം അവളെ വാരിയെടുത്തു, വണ്ടിയുടെ പിൻസീറ്റിൽ കിടത്തി, ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. നിന്റെ പേര് മീരയാണ്, അവൻ മെല്ലെ പറഞ്ഞു. പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ, കൽപ്പറ്റ. ഡോക്ടർ, ചെറിയ തലയ്ക്ക് അടിയുണ്ട്, മെമ്മറി ലോസാണ്. ട്രോമ കാരണമാവാം. 24 മണിക്കൂർ ഒബ്സർവേഷൻ ചെയ്യണം. ആരെങ്കിലും ബന്ധുക്കളുണ്ടോ? അർജുൻ ഒന്ന് നിന്നു. 5 വർഷം മുമ്പ് അവളെ കരയിച്ചു വിട്ടതാണ്. അവളുടെ അമ്മ അവനെ കാണാൻ പോലും സമ്മതിക്കില്ല. ഞാൻ അയൽക്കാരനാണ്. വയനാട്ടിൽ തന്നെ താമസം. ഞാൻ നോക്കിക്കോളാം. രാത്രി 12. വാർഡിൽ മീര ഉറങ്ങുന്നു. നെറ്റിയിൽ ബാൻഡേജ്, കയ്യിൽ സ്കെച്ച് ബുക്ക്. നനഞ്ഞതുകൊണ്ട് പേജുകൾ പിരിഞ്ഞു. അർജുൻ ആദ്യത്തെ പേജ് തുറന്നു. ഒരു ആൺകുട്ടിയുടെ ചിത്രം, കണ്ണട വെച്ചത്, ചിരിക്കുന്നത്. താഴെ എഴുതിയിട്ടുണ്ട്, അർജുൻ, എൻ്റെ ലോകം. അവൻ്റെ കണ്ണ് നിറഞ്ഞു. 5 വർഷം മുമ്പ് അവൻ പറഞ്ഞതാണ്, മീരെ, നമ്മൾ ഒരിക്കലും പിരിയില്ല, മഴ നിൽക്കുന്നതുവരെ കാത്തിരിക്കാമെന്ന്. അന്ന് അവൻ പോയി, ആര്യയെ കെട്ടാൻ നിർബന്ധിതനായി. ഇന്ന് അവൾ അവൻ്റെ മുന്നിൽ, പക്ഷേ അവനെ അറിയില്ല. രാവിലെ 6 മണി, മീര ഉണർന്നു. അർജുൻ ഒരു കപ്പ് ചായയുമായി ഇരിക്കുന്നു. ഗുഡ് മോർണിംഗ്, അവൻ പതിയെ ചിരിച്ചു. എങ്ങനെയുണ്ട്? നല്ലതാണ്, നന്ദി. അവൻ സംശയത്തോടെ നോക്കി. നിങ്ങൾ ആരാണ്? ഞാൻ അർജുൻ, നമ്മൾ അയൽക്കാരാണ്. നീ വയനാട്ടിൽ പുതുതായി വന്നതാണ്, ഡ്രോയിങ് പഠിക്കാൻ. അത് കള്ളമായിരുന്നു, പക്ഷെ സത്യം പറയാൻ അവന് പേടിയായിരുന്നു. അവൾ വീണ്ടും തകരും. അയൽക്കാരൻ? മീര പുരിക ചുളിച്ചു. എനിക്ക് തോന്നുന്നു നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ട്. അർജുൻ്റെ ഹൃദയം നിന്നു. അത് ജഡാവു ആവാം. അവൻ വിഷയം മാറ്റി. ഡിസ്ചാർജ് ആയാൽ വീട്ടിൽ പോകാം. നിന്റെ അമ്മ കാത്തിരിക്കുന്നുണ്ടാകും. അമ്മ? മീരയുടെ കണ്ണിൽ ചോദ്യം. അമ്മയുടെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല അർജുൻ ചേട്ടാ. ആ ചേട്ട എന്ന വിളി അർജുൻ ഒരുക്കി. 5 വർഷം മുമ്പും അവൾ അങ്ങനെയാണ് വിളിച്ചത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴ വീണ്ടും തുടങ്ങി. അർജുൻ ഒരു കുഴ തുറന്നു. രണ്ടാളും അതിൻ്റെ അടിയിൽ. മീര മെല്ലെ ചോദിച്ചു, അർജുൻ ചേട്ടാ, നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? അർജുൻ മഴയിലേക്ക് നോക്കി. ഇല്ല മീര, ഇന്നാണ് നമ്മുടെ ആദ്യ പരിചയം. അവൻ കള്ളം പറഞ്ഞു. പക്ഷേ കള്ളത്തിനുള്ളിൽ 5 വർഷത്തെ പ്രണയവും കുറ്റബോധവും പ്രതീക്ഷയും ഉണ്ടായിരുന്നു. വണ്ടി ചായത്തോട്ടത്തിലൂടെ പോകുമ്പോൾ മീര ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. അവളുടെ സ്കെച്ച് ബുക്കിൽ നിന്ന് ഒരു പഴയ ഫോട്ടോ പറന്നുപോയി. അർജുനും മീരയും കൈകോർത്ത്. പിന്നെ മഴ. അർജുനത് കണ്ടില്ലെന്നടിച്ചു. തുടരും.